ജനുവരി മാസത്തിൽ മാത്രം മയക്കുമരുന്നിന്റെ അഡിക്റ്റായ ആളുകൾ നടത്തിയ കൊലപാതകത്തിന്റെ എണ്ണം 7 ഈ കൊച്ചു കേരളത്തിൽ. 7. അതിൽ ഉമ്മയെ നിഷ്ഠൂരമായി അറുത്ത ആഷിക്കുണ്ട്, അപ്പനെ ചവിട്ടിക്കൊന്നവനുണ്ട്. ഏറ്റവും ലാസ്റ്റ് മിനിഞ്ഞാണ് വൃദ്ധരായ മാതാപിതാക്കളെ വീടിനകത്ത് വെച്ച് പുറത്തേക്ക് ലോക്ക് ചെയ്ത് വീടിന് തീ കൊളുത്തി ദാരുണമാം വിധം മാതാവിനെയും പിതാവിനെയും കൊന്നുകളഞ്ഞവരുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളല്ലാത്ത വിധത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ട് സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്നു? ചില സംഭവങ്ങളിലല്ലോ കേൾക്കുന്ന വാർത്തകൾ. അന്യന്റെ ദുഃഖത്തിൽ എനിക്ക് യാതൊരു ബാധ്യതയുമില്ലെന്ന് എല്ലാവരും വിചാരിക്കുന്നു. ദേവട്ടിയെ പോലെ ഒരു ചെറുപ്പക്കാരനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്ത് വെച്ച് 10-15 ആളുകൾ ചേർന്ന് വലിയ കമ്പിപ്പാരയും പട്ടിക കഷ്ണവുമായി തുരുതുര ആഞ്ഞടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോസും നമ്മളൊക്കെ കണ്ടു. മസ്തിഷ്കം മരവിച്ചു പോകുന്നു. മനുഷ്യത്വം എങ്ങോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓടി രക്ഷപ്പെടാനുള്ള അവസരം പോലും നൽകാതെ 10-15 ആളുകൾ വളഞ്ഞു നിൽക്കുന്നു. ഓഹരി വെച്ച് തല്ലിക്കൊണ്ടിരിക്കുന്നു. പിടിച്ച പട്ടിയല്ല, സഹപാഠിയെ. 26-ാം നിലയിൽ നിന്ന് ചാടിയാണ് ഒരു വിദ്യാർത്ഥി എറണാകുളത്ത് ആത്മഹത്യ ചെയ്തത്. 26-ാം നിലയിൽ നിന്ന് ചാടിയിട്ട്. വലിയ സമ്പന്നന്മാർ മക്കളെ പഠിപ്പിക്കുന്ന ഹോസ്റ്റൽ സംവിധാനമുള്ള ഗ്ലോബൽ സ്കൂൾ, അവന്റെ സീനിയർ വിദ്യാർത്ഥികൾ കൊണ്ടുപോയി ആ കുട്ടിയുടെ മുഖം ക്ലോസറ്റിൽ അമർത്തി വെച്ച് ഫ്ലഷ് അടിച്ചതിന്റെ ദുഃഖം കൊണ്ടായിരുന്നു ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. എത്രമേൽ ക്രൂരമായ മനസ്സിന്റെ ഉടമകളായി മലയാളികൾ മാറുന്നു. സഹപാഠിയെ കൊണ്ടുപോകുന്നു, ക്ലോസറ്റിൽ വീഴ്ത്തുന്നു, എന്നിട്ട് ചവിട്ടി പിടിച്ചവന്റെ തല ആ ക്ലോസറ്റിലേക്ക് അമർത്തി വെക്കുന്നു, എന്നിട്ട് ഫ്ലഷ് അടിച്ച് കളിച്ച് രസിക്കുന്നു. മതം വേണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ നാടുകളിലൊക്കെ യുക്തിവാദം പ്രചാരം വന്നതിന്റെ ഫലം കണ്ടു തുടങ്ങുകയാണ് നമ്മൾ. ആ രീതിയിൽ അതിനെ വായിക്കാൻ പലർക്കും മടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച്, ശരീരം വെട്ടിമുറിച്ചിട്ട് മറ്റൊന്നാവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരെ കുറിച്ച്, നിത്യരോഗം തെരഞ്ഞെടുക്കുന്നവരെ കുറിച്ച്. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സംവിധാനങ്ങളുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, കോടതിയുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോ എന്ത് സംഭവിക്കുന്നു ഈ മനുഷ്യർക്ക് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ ആളില്ലാതെ പോകുന്നതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ദുരന്തം. കേരളം മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറുന്നു. വ്യഭിചാരവും തോന്നിവാസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ചാടിപ്പോകൽ ഒരു വിഷയമല്ലാതായിത്തീരുന്നു. മാതാപിതാക്കളെ ഭത്സിക്കുന്നത് മനുഷ്യരുടെ സ്ഥിരം സ്വഭാവമായി മാറുന്നു. പലരും സെലിബ്രിറ്റികളാവുന്ന വൃത്തികേട് കാണിച്ചിട്ടാണ്. ആലുവക്കാരിയാവുന്ന ഒരു പെൺകുട്ടിയും താമരശ്ശേരിക്കാരിയാവുന്ന മറ്റൊരു പെൺകുട്ടിയും നിങ്ങളുടെ ചിന്തയിലേക്ക് വരുന്നുണ്ടാകും. ഇന്ന് അവർ ഇന്ത്യയിൽ തന്നെ ലെസ്ബിയൻ വിവാഹത്തിന്റെ ഐക്കണാണ്. അവരുടെ മുമ്പിൽ ഇന്റർവ്യൂക്ക് വേണ്ടി വ്ളോഗർമാര് അപ്പോയിന്റ്മെന്റിന് കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് അവസരം കിട്ടുമ്പോഴെല്ലാം അത്ര വലുതാക്കി, അത്ര ആരോഗ്യം പ്രദാനം ചെയ്ത് വിദ്യാഭ്യാസം നൽകിയ മാതാപിതാക്കളെ ഭത്സിച്ചു കൊണ്ടിരിക്കുന്നു. പ്രസവിച്ചിട്ടാ പോരെ, സ്വാതന്ത്ര്യം വേണമെന്നാണ് അവസാനത്തെ ഇന്റർവ്യൂയിൽ ആ പെൺകുട്ടികൾ പറഞ്ഞത്. ആ സ്വാതന്ത്ര്യം മാതാപിതാക്കൾ തടഞ്ഞു വെച്ചു അത്രേ. ആ സ്വാതന്ത്ര്യം മാതാപിതാക്കൾ തടഞ്ഞു വെച്ചു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. സൗദിയിലാണ് അവർ +2 വരെ പഠിച്ചത് രണ്ടുപേരും. സൗദിയിൽ വലിയ എക്സ്പ്രസ് വേകളുടെ മുന്നിലൂടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ആ മാതാപിതാക്കൾ ഇവരുടെ കയ്യും പിടിച്ച് നടക്കുമ്പോൾ ബാല്യകാല കുസൃതിയുടെ ഭാഗമായി ഉമ്മയുടെ കൈ വിടുവിച്ചിട്ട് ആ റോട്ടിലേക്കൊന്ന് ഓടിപ്പോകാൻ ഈ കുട്ടികൾ തീരുമാനിച്ച സന്ദർഭത്തിൽ ഉമ്മ എങ്ങാനും സ്വാതന്ത്ര്യം കൊടുക്കണ്ടേന്ന് കരുതിയിട്ട് കൈ വിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉമ്മനെ വഴക്ക് പറയാൻ ഈ 2 സാധനങ്ങൾ ഉണ്ടാവാതെ വരുമായിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക.